റേഷൻ വ്യാപാരികളുടെ കടയെടുപ്പ് സമരമുണ്ട് കേട്ടോ, തിങ്കളാഴ്ച മുതൽ. അത് പ്രേക്ഷകർ ശ്രദ്ധിക്കുക. ഇന്നും കൂടി സർക്കാരിന് മുന്നിൽ സമയമുണ്ട്. പരമാവധി സർക്കാർ ശ്രമിക്കുന്നുണ്ട് ഈ കടയടപ്പ് സമരം ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയിട്ട്. അടിയന്തര നീക്കമാണ് ഭക്ഷ്യവകുപ്പ് നടത്തുന്നത്. മുഖ്യമന്ത്രിയുമായി ഇന്നിപ്പോൾ ചർച്ച നടത്തിയിട്ടുണ്ട്. ഇന്നലെ വേതന പാക്കേജ് പരിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ട് നാളെയാണ് റേഷൻ വ്യാപാരികൾ അനിശ്ചിതകാല പണിമുടക്ക് ആരംഭിക്കുന്നത്. ഞായറായതിനാൽ ഇന്നു മുതൽ കടകൾ അടഞ്ഞു കിടക്കും. അതുകൊണ്ട് ഈ കടയടപ്പ് സമരം തീർന്നില്ലെങ്കിൽ ആളുകൾ ബുദ്ധിമുട്ടുമെന്നത് പ്രത്യേകം നിങ്ങൾ ഓർമ്മിക്കുക. വ്യാപാരികൾ പണിമുടക്കിലേക്ക് നീങ്ങിയാൽ റേഷൻ വിതരണത്തിന് ബദൽ സംവിധാനം ഏർപ്പെടുത്താൻ വേണ്ടി സർക്കാരിൽ നിന്ന് ആലോചനയുണ്ട്. വിഷയം ചർച്ച ചെയ്യാൻ പൊതുവിതരണ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഇന്ന് യോഗം ചേരും. ടി വി പ്രസാദ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ടി വി പ്രസാദ്, ഗുഡ് മോർണിംഗ്, ഹാപ്പി റിപ്പബ്ലിക് ഡേ. നാളെ മുതൽ റേഷൻ അരി വാങ്ങാൻ പറ്റാതെ വരുമോ? ഗുഡ് മോർണിംഗ് അരുൺ, ഹാപ്പി റിപ്പബ്ലിക് ഡേ. അരി വാങ്ങാൻ ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളതാണ് നിലവിലെ സാഹചര്യത്തിൽ. അരുൺ, സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി ജനങ്ങളുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന നിലയിലേക്ക് മാറി എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമായി ഈ റേഷൻ സമരം മാറുകയാണ്. കാരണം ധനമന്ത്രി തന്നെ യോഗത്തിൽ പങ്കെടുത്തിട്ടും ഒരു ഉറപ്പ് കൊടുക്കാൻ പറ്റാത്ത രീതിയിലേക്ക് നമ്മുടെ സാമ്പത്തിക സ്ഥിതി മാറി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അന്ന് ധനമന്ത്രി വിളിച്ച യോഗം പോലും പരാജയപ്പെട്ടത്. പക്ഷേ സർക്കാരിനെ സംബന്ധിച്ച് റേഷൻ കടകൾ അടഞ്ഞു കിടക്കാൻ പാടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അരുൺ, ഈ മാസം അവസാനിക്കാറായി. 95 ലക്ഷം കാർഡുടമകളാണ് സംസ്ഥാനത്തുള്ളത്. അതിൽ 60% പേർക്ക്, അതായത് 60 ലക്ഷം പേർക്ക് മാത്രമാണ് ഈ ജനുവരി മാസത്തെ റേഷൻ വിതരണം ചെയ്തത്. കാരണം കുറച്ച് നാളുകൾക്ക് മുമ്പ് നമുക്കറിയാവുന്നതുപോലെ ഗതാഗത കരാറുകാരുടെ സമരമുണ്ടായിരുന്നു. അതായത് ഗോഡൌണിൽ നിന്ന് റേഷൻ കടയിലേക്ക് എത്തിക്കുന്നവരുടെ സമരമുണ്ടായിരുന്നു. ആ സമരം കഴിഞ്ഞ ദിവസം പിൻവലിച്ചു. അതിൽ ഒത്തുതീർപ്പാവുകയും ചെയ്തു. ആ സമരം ഉള്ളതുകൊണ്ട് തന്നെ പല റേഷൻ കടകളിലും സാധനം എത്താത്ത ബുദ്ധിമുട്ടുണ്ടായി. അതുകൊണ്ട് ഈ മാസം കഴിയാറായിട്ട് കൂടി 60% മാത്രമാണ് വിതരണം ചെയ്തത്. ഇനി ബാക്കിയുള്ള 40% വിതരണം ചെയ്യേണ്ടത് ഈ ചുരുങ്ങിയ ദിവസങ്ങളിലാണ്. അതിനകത്താണ് ഈ സമരം വരുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ പറഞ്ഞതുപോലെ, അരുൺ പറഞ്ഞതുപോലെ, ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ചേരുന്നുണ്ട് ബദൽ സംവിധാനം ആവിഷ്കരിക്കാൻ വേണ്ടി. അതോടൊപ്പം തന്നെ ഭക്ഷ്യഭദ്രതാ നിയമത്തിലെ ചട്ടം ഉപയോഗിച്ചുകൊണ്ട് ഭക്ഷ്യ കമ്മീഷൻ കടയുടമകൾക്കെതിരെ നടപടിയെടുക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ നീക്കുന്നു എന്നുള്ളതാണ്. കാരണം റേഷൻ കടകൾ അടഞ്ഞു കിടക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇതിലിപ്പോൾ മറ്റൊരു തലത്തിലുള്ള ചർച്ചയും നടക്കുന്നത്. അതായത് CITUവിൻ്റെ ഭാഗമായ ആളുകളെങ്കിലും സമരത്തിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ഒരു ശ്രമം നടക്കുമോ എന്നുള്ള ഒരു ആലോചന കൂടിയുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ സമരം തുടർന്നാൽ ജനുവരി മാസത്തെ റേഷൻ പലർക്കും കിട്ടാത്ത സ്ഥിതി ഉണ്ടാകും. അത് വലിയ പ്രതിസന്ധിയിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ സർക്കാർ ഊർജിതമായി ഈ സമരം ഇനിയിപ്പോൾ നാളെ തുടങ്ങിയാൽ തന്നെ അധിക ദിവസം തുടരാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ടി വി പ്രസാദ്, ഒരു പ്രേക്ഷകൻ പറയുന്നു, അബ്ദുൾ റസാഖ് കഞ്ഞുകൂടി മുട്ടിക്കല്ലേ,